വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? എല്ലാവരും എങ്ങനെയാണ് ഓണമൊക്കെ ആഘോഷിക്കാറ്? നിങ്ങൾ അങ്ങോട്ടൊക്കെ? ഞാനിവിടെ പോടുന്നത് ഒരു ചെറിയ കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ അവസ്ഥ. എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വന്നാൽ ഇവന്റെ കളി ഇങ്ങനെയാ, ഒന്നിനും സംഭവിക്കൂല. അതിങ്ങിരുന്നതല്ലോ. ഈ ഒരു ലിപ്സ്റ്റിക്കിനാണ് ഇപ്പൊ എന്നെ അടിച്ചത് കേട്ടോ. ഇതെന്തിനാ എനിക്ക്? ഇത് മോനിടുന്നതല്ലോ. ഇത് എവിടെയാ കൃഷി ഇടുക? കാണിച്ചു കൊടുക്ക എല്ലാവർക്കും. എവിടെയാ ഇടുക? ഇത് കാണിച്ചു കൊടുക്ക്. എവിടെയാ ഇടുക? കുഞ്ഞിന് തേടിയാ ഇടുക? കാണിക്ക്, ഇട്ട് കാണിപ്പണിയാ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ എന്ത് വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവന്റെ പരിപാടി ഇതാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. അല്ലെങ്കിൽ ഇവൻ പിന്നെയും വേറെ എന്തെങ്കിലുമെല്ലാം വാശി പിടിച്ച് കരഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഇതേപോലൊരു ഫേസ് വാഷ് വെച്ചിട്ട് എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ ടീ ട്രീ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വാഷാണ്. ഇതൊക്കെ കണ്ടില്ലേ? ഇത് പ്രൊമോഷനും കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഈ അടുത്ത് ഇത് ഷോപ്പിൽ കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങണം തോന്നി, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് നിങ്ങളെ കയ്യിലുള്ള ഏത് ഫേസ് വാഷാണോ നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിന്നും മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളുള്ള ബോക്സ്, മേക്കപ്പ് ബോക്സ്. ഒന്നുമില്ല കേട്ടോ കാര്യമായിട്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ചെയ്യാറുള്ളത് ഇതേപോലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എനിക്കിത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് കേട്ടോ തോന്നിയിട്ട്. അത് കണ്ടില്ലേ? കാണുന്നുണ്ട് നിങ്ങൾക്ക്? നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഫേസ്. ഇപ്പോൾ ഇത് കുറേ സമയം ഇങ്ങനെ തന്നെ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇതേപോലൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഫേസസ് കാനഡേൻ്റെ 3-in-1 ഫൗണ്ടേഷനാണ്. ഇത് ദേവുവിൻ്റെ അടുത്ത് നിന്ന് അടിച്ച് മാറ്റിയതാണ് കേട്ടോ. ഞാൻ പണ്ട് ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു. പിന്നെ അവളുടെ അടുത്ത് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു. പിന്നെ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ലൊരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒറ്റ മിനിറ്റ് അമ്മ ഇതൊന്നും ചെയ്തോട്ടെ പ്ലീസ്. എന്നിട്ട് കുഞ്ഞിന് തരാം. ഗുഡ് ബോയ് അല്ലേ? അമ്മേൻ്റെ ഗുഡ് ബോയ് അല്ലേ? ഫൗണ്ടേഷൻ എന്ത് യൂസ് ചെയ്യുമ്പോഴും
നമ്മൾ കഴുത്തിൽ നമ്മളെ നെക്കിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലൊരു എന്തായിരുന്നു കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. മതി കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതാ നെക്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഐഷേഡോ ഇടാം കേട്ടോ. ഇതാ ഞാൻ ഇതേപോലെ ഒരു ഐഷേഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് വേണ്ട കേട്ടോ, ഒരു ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഇത് കുറച്ച് ഞാനായി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവൻ്റെ ഓരോരോ പണി ഒക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡേസ്ലറിൻ്റെ ഐ സ്റ്റിക്കാണ്. ഇതും ഞാൻ കുറേ കളയിട്ടോ, ഇതെന്നെ വാങ്ങിക്കാറ്. ഇത് കണ്ണെഴുതി ഞാൻ കണ്ണെഴുതുമ്പോൾ താഴെയും പിന്നെ നമ്മുടെ ഇവിടെ ഇല്ലേ ഈ ഒരു പാർട്ട് ഇതിൻ്റെ ഉള്ളിൽ അവിടെയും ഇങ്ങനെ ഇത് കൺമഷി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മുടെ കണ്ണ് കാണാൻ വേണ്ടി. ഇതേപോലൊരു ഐലൈനർ എഴുതി കൊടുക്കാം. ഞാൻ ഇതും ഡാസ്ലറിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും കയ്യിലും ഇത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മുടെ മസ്കാര. ഇത് എസൻസിൻ്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ്. അത്യാവശ്യം നല്ലതാണ്. നല്ലോണം ലാഷസ് ഇങ്ങനെ കുറച്ച് ഉള്ളതുപോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിട്ട് കൊടുക്കാം. ഐബ്രോസിന് ഞാനും മാക്സ് ഫാക്ടറിൻ്റെ തന്നെ ഇതേപോലൊരു സാധനം കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇതും എനിക്ക് ദേവു കൊണ്ട് തന്നതാണ്. എല്ലാം ദേവുവിൻ്റെതാണ്. ഐബ്രോസ് ഞാനങ്ങനെ എന്താ പറയുക ഇട്ട് കൊടുക്കാറില്ല. കാരണം എനിക്ക് ഐബ്രോ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ അധികം ഇങ്ങനെ ഡാർക്കാക്കി വെക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടോ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താവും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഐബ്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കുറച്ചൊന്ന് വിട്ടിട്ട് വേണം ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇതാട്ടോ ബ്ലഷ്. ഇതും മാക്സ് ഫാക്ടർ തന്നെയാണ്. ഇതും ദേവ് കൊണ്ട് തന്നെ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഇതേപോലൊരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതും ഒരു മാക്സ് ഫാക്ടറിൻ്റെ ആണ്. ഇതും ദേവ് കൊണ്ട് തന്നതാണ്. ഓക്കെ
എന്തായാലും ഇങ്ങനെ ഒരു അനിയത്തിനെ കിട്ടാൻ ഭാഗ്യമാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? സത്യാക്കാം. എനിക്ക് ഈ കളറ് പൊട്ടില്ല കൈസ്, അതൊന്നും ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊട്ട് തൊട്ട് കൊടുത്തു. ഇനി നമുക്കൊരു കമ്മൽ. ഇത് ഞാൻ ദേവുവിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ആ ടെമ്പിൾ ഷൂട്ടിന് പോയപ്പോൾ ഇട്ട സെയിം ഡ്രസ്സാണ് കേട്ടോ. അതേ കമ്മലാണ്. ഇതാ ഇതുപോലെയുള്ള 2 കമ്മൽ ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഓണം മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.